നമസ്കാരം. SB ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ മുഖ്യമന്ത്രി പോയി അവിടെ പത്തനംതിട്ടയിൽ സന്ദർശനം നടത്തി. ആകെ സന്ദർശനം 2 മിനിറ്റ്. അതായത് വെള്ളപ്പൊക്കം നടന്ന സ്ഥലങ്ങളിൽ 1:20 എത്തുന്നു. 20 എത്തിയതിന് ശേഷം അദ്ദേഹം 2 മിനിറ്റ് 1:22 അദ്ദേഹം മടങ്ങി. അദ്ദേഹം വന്ന കാറിനുള്ളിൽ കയറി തിരികെ പോകുന്നു. അതിനുശേഷം അദ്ദേഹം പോയത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നുകൊണ്ട് മാധ്യമപ്രവർത്തകരെ കണ്ട് നന്നായൊരു ബൈറ്റും കൊടുത്തു. ഈ ബൈറ്റിനിടയിൽ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും കഴിഞ്ഞ സർക്കാർ ചെയ്യേണ്ടത് ചെയ്തില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അതായത് കഴിഞ്ഞ സർക്കാർ പമ്പയിൽ നിന്ന് മണ്ണും ചെളിയും നീക്കം ചെയ്യണമെന്ന് പറയുന്ന ഒരു ആവശ്യം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. കാരണം ഇനിയും ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അത് ചെയ്യണം എന്നുള്ളതായിരുന്നു. എന്നാൽ അതിനെതിരെ, അതായത് അങ്ങനെ ഒരു മണ്ണും ചെളിയും അതിൽ നിന്ന് മണലെടുക്കാൻ പാടില്ല എന്ന് പറയുന്ന രീതിയിൽ BJP, UDF അതായത് കോൺഗ്രസും ഒത്തുപിടിച്ച് ആ പദ്ധതി അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കത്തിന് തുരങ്കം വെച്ചു. എന്നിട്ട് ഇപ്പോൾ ഞെളിഞ്ഞു നിന്നുകൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പിലെത്തി മാധ്യമപ്രവർത്തകരോട് വലിയ വായിൽ വിളിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്. എന്താ? കഴിഞ്ഞ സർക്കാർ 2018 പ്രളയമുണ്ടായി കഴിഞ്ഞപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറയുന്ന ഒരു കള്ളനാണയം ഇറക്കി രക്ഷപ്പെടാൻ നോക്കിയാണ് സത്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ. ഇതിനകത്ത് വേറൊരു ക്യാപ്സ്യൂൾ ഇറക്കി ഒരു സംഭവമുണ്ട്. അത് സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മ, ഒരു മുത്തശ്ശി എന്ന് പറയുന്ന ആവശ്യം, ഒരു വീട്ടമ്മ അവിടെ ഇരുന്നുകൊണ്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. കാര്യം അവർ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ഒരാളാണ്. ആ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന പലർക്കും പല കാര്യങ്ങൾ പറയാനുണ്ട്. ഈ സമയത്ത് ഈ ബൈറ്റ് വരുന്ന സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി അവിടെ ഒരു വീട്ടിലിരുന്നു കൊണ്ട് മൃഷ്ടാന്ന ഭോജനം കഴിക്കുകയാണ്. ആഹാരം കഴിക്കാൻ തെറ്റെന്നല്ല പറഞ്ഞത്, അത് പബ്ലിക് ഡൊമൈനിലേക്ക് എടുത്തിരുന്നത് തെറ്റായിപ്പോയി എന്നുള്ളതാണ്. അപ്പം ഈ സമയത്ത് ആ വീട്ടമ്മ പറഞ്ഞതെന്ന് പറയാം, എല്ലാവരും പറയുന്നത് അവർക്ക് ഒരു ഗുളികയാണ് അവർക്ക് കഴിക്കാനായി കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ വീടുകളിൽ നിന്ന് ഇന്നത്തെ കാലത്ത് അറിയാമല്ലോ, ജീവിതശൈലി രോഗങ്ങൾ നിരവധിയായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ അവർക്ക് കഴിക്കാൻ വേണ്ടി ആകെപ്പാടെ കൊടുത്തിരിക്കുന്ന ഒരു ഗുളികയാണ്. ഈ ഗുളിക കഴിച്ചിട്ട് വേണം അവർക്ക് ആ ക്യാമ്പിൽ കിടക്കാൻ. വെളിച്ചമില്ല, മതിയായ സൗകര്യങ്ങളൊന്നും തന്നെയില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഒരു വീട്ടമ്മയോട് ചോദിച്ചപ്പോൾ പറയും, ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾക്ക് വെളിച്ചമില്ല, വെട്ടമില്ല, സൗകര്യങ്ങളില്ല, ഞങ്ങളിവിടെ കഴിയുന്ന വളരെ ദുരിതപൂർണമായ ജീവിതമാണ് ഞങ്ങൾക്ക് ഈ ക്യാമ്പിൽ കഴിയേണ്ടി വരുന്നത്. ഈ ദുരിതാശ്വാസ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? ദുരിതാശ്വാസമാണ്. ഒരു ദുരിതത്തിൽ നിന്നും അവർക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടി അവരെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സൗകര്യത്തെയാണ് ദുരിതാശ്വാസ ക്യാമ്പ് എന്ന് പറയുന്നത്. അവിടെ അവരെ ഏത് രീതിയിലാണോ അവർ ജീവിച്ചിരുന്നത്, അവർക്ക് മുറിയില്ല, സ്വന്തമായി കിടന്നുറങ്ങാൻ പ്രൈവസിയോട് കൂടിയുള്ള മുറിയില്ല എന്നുള്ളൊക്കെ കാര്യം ശരി തന്നെ. പക്ഷേ ഒരു മനുഷ്യൻ അവകാശപ്പെടുന്ന എല്ലാ കാര്യങ്ങളും, അതായത് അവരതുവരെ ജീവിച്ചിരുന്ന രീതിയിൽ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവിടെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഈ ക്യാമ്പ് ഓർഗനൈസ് ചെയ്തവരുടെ ഉത്തരവാദിത്തമാണ്. ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം, മരുന്നാണെങ്കിൽ മരുന്ന്, വൈദ്യസഹായമാണെങ്കിൽ വൈദ്യസഹായം, ഇനി അതല്ല വസ്ത്രങ്ങളാണെങ്കിൽ വസ്ത്രങ്ങൾ, ഇമാതിരി കാര്യങ്ങളെല്ലാം, വെളിച്ചമാണെങ്കിലും എല്ലാം അവിടെ അവർക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കേണ്ടത് ആ ക്യാമ്പ് ഓർഗനൈസ് ചെയ്യുന്നവരുടെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു ഉത്തരവാദിത്തമായി തന്നെ കരുതേണ്ടതാണ്. എന്നാൽ ഇത് അങ്ങനെയല്ല, വെളിച്ചം പോലും ഇല്ല അവർക്ക് കിടന്നുറങ്ങാൻ. അപ്പോൾ ആ ഒരു ദുരിതത്തിൽ കഴിയുന്ന അവർ പറഞ്ഞു പോയി, ഞങ്ങൾ കാരണമല്ലേ ഇത് ഇവരിങ്ങനെ കയറി പോയത്, ഞങ്ങൾ വോട്ട് ചെയ്തിട്ടല്ലേ, ഞങ്ങൾക്ക് ഇനി അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കില്ല അല്ലേ, ആ വിജയനായിരുന്നു ഇതിലും നല്ലത് എന്ന് ഒരു വീട്ടമ്മ ഒരു മാധ്യമത്തിൻ്റെ മുമ്പിൽ യാതൊരു പ്രീ പ്ലാനും ഇല്ലാതെ പറയുന്നു. ഇത് കേട്ടപാടെ കേൾക്കാത്ത പാടെ ഉടനെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന എക്സ് കോൺഗ്രസ്സുകാരൻ അവിടെ ഇരുന്നുകൊണ്ട് പിന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ വലിയ കാര്യമൊന്നുമില്ല, അതായത് പബ്ലിക്കിൽ ഇറങ്ങി വന്ന് മീഡിയയെ കാണാനുള്ള പ്രൊവിഷനൊന്നുമില്ല, കാര്യം ഇപ്പോൾ ആർക്കും വേണ്ട. അദ്ദേഹം കൊണ്ടൊരു വീഡിയോ ചെയ്യുന്നു. ഒരു വീഡിയോ ചെയ്തുകൊണ്ട് അവിടുത്തെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോ മറ്റോ പറഞ്ഞ് പഠിപ്പിച്ചതാണ് ഇക്കാര്യം. അതിന് ഉപോത്ബലകമായി ഒരു തെളിവായി ഈ വീട്ടമ്മയോട്, അവരുടെ മകളായിരിക്കണം, ആ മകൾ വന്നിട്ട് ആ വീട്ടമ്മയോട് ചോദിക്കുന്നു. ആ വീട്ടമ്മയോട് പറയുന്നു, അമ്മ ഇത് ആരാണ് പറഞ്ഞത്? അപ്പോൾ പറയുന്നു, ഇന്ന ആൾ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചതാണ് ഇങ്ങനെ പറയാൻ എന്ന് പറയുന്നു. ഇതവർ പറഞ്ഞിട്ട് ഇത് പൊക്കി പിടിച്ച് കാണിച്ചുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന എക്സ് കോൺഗ്രസ്സുകാരൻ സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ ചെയ്തത്. അപ്പം ഇതിൻ്റെ പ്രാഥമികമായി ഒരു വീഡിയോ ചെയ്തു, അത് പുറത്തേക്ക് വരുന്നു. അപ്പോൾ കോൺഗ്രസ്സിലെ സൈബർ പോരാളികളെല്ലാം കൂടി, ഇപ്പോൾ ഇന്ന് VD സതീശനെ കാട്ടി ഫാൻസ് ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലാണ്, അത് പല കാരണങ്ങൾ കൊണ്ടും. അപ്പോൾ അങ്ങനെ പിന്നെ ഈ പറയുന്ന എല്ലാവരും കൂടി അതിനകത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കിടക്കുന്ന എല്ലാ മുഖമില്ലാത്ത ആൾക്കാരെല്ലാം കൂടെ വാരിക്കോരി ഇതിനെ അങ്ങ് വലിയ തോതിൽ അങ്ങ് പ്രചരിപ്പിച്ചു. CPMകാർ കള്ളം പ്രചരിപ്പിച്ചു. CPMകാർ ഒരു വീട്ടമ്മയെ കൊണ്ട് പിണറായി വിജയനാണ് നല്ലതെന്ന് പറയിച്ചു.
സത്യത്തിൽ പൊതുജനത്തിന് മനസ്സിലായി പിണറായി വിജയൻ തന്നെ ആയിരുന്നു ശരി എന്നുള്ള കാര്യം പൊതുജനത്തിന് മനസ്സിലായി. ഈ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു തൻ്റെടത്തോടു കൂടി ചെയ്യേണ്ട കാര്യമാണ്. അത് ദൗർഭാഗ്യവശാൽ നമ്മുടെ പുതിയ മുഖ്യമന്ത്രിക്കില്ല എന്ന് പൊതുജനത്തിന് മനസ്സിലായി. അതിനുശേഷം പിന്നെയും ഒരു കാര്യം ഉണ്ടായത് പക്ഷേ ഈ പറയുന്ന എക്സ് കോൺഗ്രസ്സുകാരൻ വിസ്മരിച്ചു, അല്ലെങ്കിൽ പുറത്തേക്ക് പറഞ്ഞില്ല. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ പിന്നീട് സംഭവിച്ചത് എന്താ? ഈ വീട്ടമ്മ എടുക്കുക മറ്റൊരു ചാനൽ, അത് വേണമെന്നുണ്ടെങ്കിൽ മീഡിയ വൺ ചാനൽ അവരുടെ അടുക്ക ചെല്ലുന്നു. ആ അമ്മയെടുക്ക് ചോദിക്കുന്നു, അമ്മ എന്താണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്? അപ്പോൾ അമ്മ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞ് എൻ്റെ പൊന്നു കുഞ്ഞെ, അത് എൻ്റെ മകള് പിന്നെ പഞ്ചായത്തിൽ ജോലിയാണ്. അപ്പോൾ പഞ്ചായത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് സർക്കാർ വിരുദ്ധമായിട്ടൊന്നും സംസാരിക്കാൻ പാടില്ല. കാര്യം പണ്ട് ആയിരുന്നെങ്കിൽ പറ്റുമായിരുന്നു, ഇന്നത് പറ്റില്ല. കാര്യം മൊബൈൽ ഫോൺ പിടിച്ചെടുത്തുകൊണ്ട് പോകും, ലൈവ് ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ പിന്നെ സ്ത്രീ സുരക്ഷാ പദ്ധതി നിർത്തലാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്ത ചെയ്തു കഴിഞ്ഞാൽ സീതത്തോട് സ്വദേശി അനിൽകുമാറിന് പറ്റിയതുപോലെ പാതിരാത്രി പോലീസ് വീട്ടിൽ കയറി വന്ന് ഇടിക്കും, അല്ലെങ്കിൽ ജോലി പോകും അല്ലേ? അങ്ങനെ വർക്കലയിലൊരു അധ്യാപകൻ്റെ ജോലി പോയല്ലോ. അപ്പോൾ അങ്ങനെ ജോലി പോകും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം കാരണം അവർക്ക് ഭയം. എന്നിട്ട് പറഞ്ഞു, എന്നെക്കൊണ്ട് അയാൾ ഇങ്ങനെ പറയിച്ചതാണ് എന്ന് അമ്മ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറയണം, എൻ്റെ മോള് പഞ്ചായത്തിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൾ ചോദിച്ച കൂട്ടത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു, അവൾ പറഞ്ഞ് എന്നോട് പറയിച്ചതാ, എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടാകരുതല്ലോ, എൻ്റെ മോളുടെ ജോലിയല്ലേ പോവും. ഇത് ഏതൊരു അമ്മയുടെയും കൺസേൺ ആണ്, സ്വാഭാവികം. ഇത് പിന്നീട് ഈ വന്ന വാർത്ത എന്നിട്ട് പിന്നീട് പറയുന്നു, ഞങ്ങൾ അന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന സമയത്ത് ഞങ്ങൾക്ക് ഓണമായിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത് പോലെ ആയിരുന്നില്ല അവർ കഴിഞ്ഞത് എന്നുള്ളതാണ് ആ വീട്ടമ്മ പറയുന്നത്, അല്ലെങ്കിൽ ആ മുത്തശ്ശി പറയുന്നത്, ആ ഒരു അമ്മ പറയുന്നത്. ഞങ്ങൾ ആ ദുരിതാശ്വാസ ക്യാമ്പിൽ അന്ന് എല്ലാം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ധാരാളം വസ്ത്രമായിട്ടും ആഹാരമായിട്ടും മരുന്നായിട്ടും എല്ലാം ഞങ്ങൾക്ക് യാതൊരു കുറവും അന്ന് വരുത്തിയിട്ടില്ല സർക്കാർ. അതിനുശേഷം ഈ ക്യാമ്പെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങിപ്പോകുന്ന സമയത്ത് ചാക്ക് കണക്കിന് സാധനങ്ങളാണ് അധികമുണ്ടായിരുന്നത്. എന്നിട്ട് ഇതൊക്കെ ഞങ്ങൾക്ക് തന്നു വിട്ടു. ഈ പറയുന്ന അമ്മ വീണ്ടും പറയുന്ന കാര്യം ഇതാണ്. ഈ സാധനം, അല്ലെങ്കിൽ ഈ പറഞ്ഞ മീഡിയ വൺ എന്ന് പറഞ്ഞ ചാനലിൽ വന്ന ഈ അമ്മയുടെ ഈ ബൈറ്റ് പുറം ലോകം കണ്ടിട്ടില്ല. അതായത് ഈ പറയുന്ന എക്സ് കോൺഗ്രസ്സുകാരൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം മറച്ചു വെച്ചുകൊണ്ട് ഒരു കള്ളത്തരം പ്രചരിപ്പിച്ചു. ഇതിൽ ഇത്രയും പറഞ്ഞു വെച്ച കാര്യം എന്താണെന്നറിയോ? ഞാൻ ഇത് പറയുകയാണ്, അതായത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും വി ഡി സതീശൻ്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു വന്നത്. ഇവിടെ വന്ന് അത് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ സർക്കാരിനെ കുറ്റം പറയുന്നു. രണ്ടാമത് വന്നിട്ട് ഈ ചോദ്യം വന്ന സമയത്ത് പറയുന്നത് എന്താ? ആ വീട്ടമ്മയുടെ കാര്യം, ഈ ക്യാമ്പുകളെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞു വന്നപ്പോൾ അന്നേരം പറയും അതിൻ്റെയൊക്കെ സത്യാവസ്ഥ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നു. ആര് പുറത്തു കൊണ്ടുവന്നു? മുഖ്യമന്ത്രിയാണോ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നത്? അത് ഏതൊരു പാർട്ടി സെക്രട്ടറി പറഞ്ഞ് പറയിച്ചതാണ് എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പരമപുച്ഛത്തോടു കൂടി അദ്ദേഹം അവതരിപ്പിച്ചു. പക്ഷേ സത്യാവസ്ഥ മറ്റൊന്നാണ്. അതായത് ആ വീട്ടമ്മ പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ മകൾ പഞ്ചായത്തിലായതുകൊണ്ട് എൻ്റെ മകളുടെ ജോലിക്ക് ദോഷം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞതാണ് എന്ന് ആ വീട്ടമ്മ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്താണ് പ്രശ്നം? പിന്നെ വേറെ എന്താണ് പ്രശ്നം? എന്നിട്ട് ഇത് ഒരു ഉളുപ്പുമില്ലാതെ ഈ രാഹുൽ എന്ന് പറയുന്ന എക്സ് കോൺഗ്രസ്സുകാരൻ പറഞ്ഞതിനെ ഏറ്റുപിടിക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇതിൻ്റെ തൊട്ടടുത്ത് നിന്ന് അബിൻ വർക്കി എന്ന് തല കുലുക്കുന്നുണ്ടായിരുന്നു ഈ പത്രസമ്മേളനം നടക്കുന്നതിനിടയിൽ. ഈ അബിൻ വർക്കി തന്നെയല്ലേ പറഞ്ഞത്, ഇവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പോരാ, കാര്യക്ഷമമായി നടക്കുന്നില്ല, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർ കഷ്ടത്തിലാണ് കഴിയുന്നത്. അബിൻ വർക്കി തന്നെ പറഞ്ഞ സത്യാവസ്ഥ വേറെയൊന്നുണ്ടല്ലോ, മാധ്യമങ്ങളിൽ അത് പുറത്ത് വന്നതാണല്ലോ അല്ലേ? ഇവിടെ നമുക്കറിയാം, വേറൊരു കോൺഗ്രസ്സുകാരനായ നമ്മുടെ ചാണ്ടി ഉമ്മൻ എന്തോ ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ട് വെള്ളത്തിൽ കിടന്ന് നീന്തൽ പഠിക്കുന്നു. ഭയങ്കര കോമഡിയൊക്കെയാണ്. ഈ വെള്ളപ്പൊക്കത്തെ എങ്ങനെ ഫ്രൂട്ട്ഫുൾ ആക്കി മാറ്റാം, ഫലപ്രദമാക്കി മാറ്റാം എന്നതിനെക്കുറിച്ചാണ് ചാണ്ടി ഉമ്മൻ ചിന്തിക്കുന്നത്. ചാണ്ടി ഉമ്മൻ അവിടെ ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ട് നീന്തൽ പഠിക്കുന്നു. ഇത് ഓരോരുത്തരുടെ ക്രൈസാണ് ഓരോന്നും. ഇവിടെ ഒരാൾ ഈ പറയുന്ന പോലെ പൊളിറ്റിക്സ് മിക്സ് ചെയ്തുകൊണ്ട് ഇതിനകത്ത് CPM എന്തോ ഇവിടെ കള്ളത്തരം പ്രചരിപ്പിക്കുന്നു എന്ന തരത്തിൽ വേറൊരു സാധനം കൊണ്ടുവരുന്നു. ഇവിടെ സത്യാവസ്ഥ പുറത്ത് വന്നിട്ടും അതിനെ മൂടി വെച്ചുകൊണ്ട് ആ മുഖ്യമന്ത്രി, അല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, എക്സ് കോൺഗ്രസ്സുകാരൻ, കോൺഗ്രസിൽ നിന്ന് താൻ തന്നെ പുറത്താക്കിയ നേതാവ് പറഞ്ഞ എന്താണോ അത് ഏറ്റുപിടിച്ചുകൊണ്ട് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നു. എന്താല്ലേ, ഇതൊക്കെയാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഇനിയും വരും കാലങ്ങളിലും നമ്മൾ എങ്ങനെ, നമുക്ക് ആലോചിച്ച് നോക്കിക്കോളൂ, പമ്പാ നദിയിൽ നിന്നും ചെളി കോരിയില്ല, ആരാ കാരണക്കാർ? CPMകാരാണോ? അല്ല, അതിനെതിരെ സമരം ചെയ്ത BJPയും കോൺഗ്രസും അടങ്ങുന്ന ഒരു സംഘമുണ്ട്. ആ സംഘമാണെന്നേ ഇപ്പോൾ വീണ്ടും ഇതിന് കാരണമായി മാറിയത്. എന്നിട്ട് സർക്കാരിനെ കുറ്റം പറയാനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വി ഡി സതീശൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നു മുഖ്യമന്ത്രി, നിങ്ങൾ കഴിഞ്ഞ സർക്കാർ ചെയ്തതിൻ്റെ മറ പിടിച്ചുകൊണ്ട് അതിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് വലിയ വീരവാദം മുഴക്കിക്കൊണ്ട് ആ കസേരയിൽ ഇരിക്കുന്നത്? അതാദ്യം മനസ്സിലാക്കൂ. ഇവിടെ നിങ്ങൾക്ക് ഇല്ലാത്ത ഒരു ഇൻവെസ്റ്ററെ കാണാൻ വേണ്ടി ഇവിടേക്ക് പറക്കാം, വളരെ വലിയ എളുപ്പമാണ്.
എനിക്ക് എവിടെയോ ഒരു ഫേസ്ബുക്കിൽ ഒരാൾ എഴുതിയത് ഞാൻ വായിച്ചു. ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഈ പിന്നെ അമ്മായിയച്ഛൻ എന്ന് പറയുന്ന പേര് പൂക്കി യുഗത്തിൽ മാറ്റിയിരിക്കുന്നു. പകരം അമ്മായിയച്ഛൻ എന്ന് പറയുന്ന വാക്കിന് പകരമായി ഇന്ന് പൂക്കി യുഗത്തിൽ ഉപയോഗിക്കുന്ന പേരാണത്രേ ഇൻവെസ്റ്റർ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.